ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകൾ വന്ന ദിവസമാണ്. ചില വാർത്തകളൊക്കെ ഷോക്കിംഗ് ആയി, ചില വാർത്തകൾ സങ്കടപ്പെടുന്നു, മറ്റു ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. അടുത്ത 1 മണിക്കൂർ നേരം പ്രൈം ടൈം വിത്ത് SKN പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പരിശോധിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30 ഈ പരിപാടി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. രാത്രി നേരം, പ്രത്യേകിച്ച് പകൽ സമയത്തൊക്കെ വാർത്തകൾ കാണാൻ കഴിയാതെ പോയ ആളുകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലാണ് ഈ പരിപാടി നമ്മൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈം ടൈം ബ്രേക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു പ്രൈം ടൈം വിത്ത് SKN. ബിഗ് ബ്രേക്കിംഗ്. തൃശൂർ പൂരം വിവാദത്തിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ തിരുവമ്പാടി ദേവസ്വത്തിലുള്ളവർക്ക് നിർണായക പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം. അട്ടിമറിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണ് ഉണ്ടായതെന്നും ADGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ 24-ന്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, തിരുവമ്പാടി ദേവസ്വത്തിന് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വം ഈ പൂരം നടത്തുന്നതിന് സഹായകരമായ നിലപാടെടുത്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ. SKN പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ നിർണായക വിവരങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. പൂരം അട്ടിമറി നടന്നു എന്ന റിപ്പോർട്ടിലുണ്ട്. അട്ടിമറിക്ക് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം, തുടരന്വേഷണം വേണമെന്നും ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ, DGP റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ ഏറ്റവും നിർണായകമായ കാര്യം, തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നു, അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ചുപേർ ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ADGPയുടെ കണ്ടെത്തൽ. അതിൽ പ്രത്യേകിച്ചും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ പേര് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചില സാങ്കേതികമായ വിവരങ്ങൾ കൂടി, ചില ടെലിഫോൺ CDR ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. സർക്കാർ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏറ്റവും നിർണായകമായ വിവരം, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആസൂത്രിതമായാണ് പൂരം അട്ടിമറി ശ്രമം നടന്നത്, പൂരം കുളമാക്കാൻ ശ്രമം നടന്നത്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ 2023 ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. ആ സമയത്ത് ജില്ലാ ഭരണകൂടം, ഒപ്പം തന്നെ അവിടെയുള്ള ജനപ്രതിനിധികൾ, പൂരം കമ്മിറ്റിക്കാർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ്. പക്ഷേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പൂരം നടത്തിപ്പിൽ നിന്നും മാറി നിന്നുകൊണ്ട് പൂരം വെടിക്കെട്ടും പൂരവും വൈകിപ്പിക്കുന്ന നടപടിയിലേക്ക് തിരുവമ്പാടി ദേവസ്വം കടന്നു എന്നും, എന്നാൽ അതേ സമയത്ത് പാറമേക്കാവ് ദേവസ്വം പല ഘട്ടങ്ങളിലും പൂരം തുടർന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അവർക്ക് താല്പര്യമില്ലാതെ തന്നെ തിരുവമ്പാടിയുടെ താല്പര്യത്തിന് വേണ്ടി പാറമേക്കാവ് ദേവസ്വം നിന്നുകൊടുക്കേണ്ടി വന്നു എന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. റിപ്പോർട്ടിൽ നിർണായകമായ ചില മൊഴികളുമുണ്ട്. അതിൽ സുരേഷ് ഗോപിയെ വിളിച്ചതുമായി ബന്ധപ്പെട്ട്, സുരേഷ് ഗോപി അർദ്ധരാത്രിയിൽ അവിടെ എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന വിവരങ്ങളുമുണ്ട്. അത് വിളിച്ചത് ഒരു BJP പ്രവർത്തകനല്ല എന്നുള്ളത് കൂടി കൃത്യമായി. പക്ഷേ റിപ്പോർട്ടിൽ എവിടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയുന്നില്ല, പക്ഷേ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്നു. മന്ത്രി K രാജൻ പൂരം നടത്തിപ്പ് ഭംഗിയാക്കാൻ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി, പക്ഷേ എന്നാൽ തിരുവമ്പാടി ദേവസ്വം അതിനൊപ്പം നിന്നില്ല എന്നും കൃത്യമായി ആരോപണ സ്വഭാവമുള്ള കൃത്യമായ കണ്ടെത്തലുകൾ, അതായത് ഗുരുതരമായ ചില അട്ടിമറി നീക്കങ്ങൾ നടന്നു എന്ന കണ്ടെത്തൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ദീപക്, ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും നടപടികൾ നിർദ്ദേശിക്കുന്നുണ്ടോ? അതായത് തുടരന്വേഷണം വേണം എന്നല്ലാതെ ഇത്തരം വീഴ്ച വരുത്തിയ ദേവസ്വം, തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടികൾ വേണമെന്ന് ADGPയുടെ റിപ്പോർട്ടിലുണ്ടോ? SKN ഇത് നടപടി എന്നുള്ളത് രീതിയിലല്ല ഈ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതായത് ഈ അന്വേഷണത്തിലെ കൃത്യമായ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ പൂരം വിവാദമായ സമയത്ത് സർക്കാർ 2 കാര്യം ചെയ്യുന്നു. ഒന്ന്, അവിടെയുള്ള കമ്മീഷണർക്കെതിരെ സർക്കാർ ഇലക്ഷൻ കമ്മീഷന് നടപടി ശുപാർശ റിപ്പോർട്ട് നൽകുന്നു. ഇതേ സമയത്താണ് മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പ് DGP ദർവേഷ് സാഹിബിനോട് ഇത് അന്വേഷിക്കാൻ വേണ്ടി, വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് DGP ദർവേഷ് സാഹിബ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെ പൂരത്തിന്റെ
അട്ടിമറി നീക്കങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത്. സർക്കാരിന് ലഭിച്ച 3 പരാതികൾ, DGPക്ക് ലഭിച്ച മറ്റു 2 പരാതികൾ, ഈ പരാതികളും കൂടിയാണ് ADGPക്ക് അയക്കുന്നത്. അതിൽ കൃത്യമായ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതിൽ ഏത് സാഹചര്യത്തിലാണ് ഈ അട്ടിമറി ഉണ്ടായത്, അതല്ലാതെ ഏതെങ്കിലും നടപടിയെക്കുറിച്ചോ നടപടി ശുപാർശയെക്കുറിച്ചോ അതിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും ADGP MR അജിത് കുമാർ വളരെ കൃത്യമായി പാറമേക്കാവ് ദേവസ്വം പൂരം നടത്തിപ്പിന് സഹകരിച്ചപ്പോൾ പൂരം നേരത്തെ ആസൂത്രിതമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള ചില വിവരങ്ങൾ കൂടി അതിൽ പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. പൂരം അട്ടിമറിക്കുക, പൂരം പൂർത്തിയാക്കാതെ ഇട്ടുപോവുക എന്നുള്ളതിലേക്ക് ഈ തിരുവമ്പാടി ദേവസ്വം ചെയ്തു എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു. ഈ ഗൂഢാലോചന ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വിശദമായ അന്വേഷണം, കാരണം ഇതിലൊരു ഗൂഢാലോചന അന്വേഷിക്കാനുള്ള നിർദ്ദേശമില്ല, ഗൂഢാലോചനയെക്കുറിച്ച് തുടരന്വേഷണം വേണം എന്നും ADGPയുടെ ശുപാർശയിൽ ഉണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ജീവനക്കാർ ഈ പൂരം അട്ടിമറിക്കാൻ പ്രവർത്തിച്ചു എന്ന രീതിയിലാണ് ആരോപണം വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ജീവനക്കാർ മാത്രമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഈ റിപ്പോർട്ടിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. K. ഗിരീഷ് കുമാറിൻ്റെ പേര് ഈ ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. K. ഗിരീഷ് കുമാർ നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. ഗിരീഷ് കുമാർ, പറയൂ. ADGPയുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ തിരുവമ്പാടി സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഈ തിരുവമ്പാടി ഇടപെട്ടാണ് ഈ പൂരം ഇങ്ങനെ കലക്കുന്നതിലേക്ക് നയിച്ചത്, തിരുവമ്പാടിയുടെ ഇടപെടലുകളാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ആദ്യ ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആർക്കും എന്തു വേണേ പറയാലോ. അന്ന് അവിടെ നടന്നത് തൃശ്ശൂർ പൂരത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ടറിയാം എന്താണ് ഉണ്ടായത് എന്നുള്ളത്. ഞാൻ പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളൊക്കെ വയലേറ്റ് ചെയ്യണു, റോഡുകളെല്ലാം അടച്ചു കെട്ടി. ഇതിനെതിരെ പ്രതികരിക്കണ്ടേ ദേവസ്വം പ്രതിനിധി എന്നുള്ള ലെവലിൽ ഞങ്ങൾ കമ്മിറ്റി മെമ്പർമാർ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഞങ്ങളത് പ്രതികരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ രാഷ്ട്രീയ താല്പര്യം നോക്കിയിട്ട് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. K. ഗിരീഷ് കുമാർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം, തിരുവമ്പാടി ദേവസ്വത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുണ്ട്, LDFൻ്റെ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങളെ ഏകസ്വരത്തിലാണ് ഈ തീരുമാനം എടുത്തേക്കണേ. അല്ലാണ്ട് അവിടെ ഒരു പ്രത്യേകതരം വിഭാഗീയതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് ആദ്യമേ ഞാൻ കഴിഞ്ഞ 2-3 ചാനലുകൾ ഞാൻ സംസാരിച്ചാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് അവസാനം ദേവസ്വങ്ങളുടെ മെക്കെട്ട് തന്നെ വരുള്ളൂ. എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരും അവരവരെ നിലനിൽപ്പ് വെക്കും, ദേവസ്വങ്ങളെയാണ് അവസാനം ഇത് ബലിയാടാക്കുള്ളൂ എന്ന് പോലീസുകാർക്കും അവരുടെ മേഖലകളുണ്ട്. അവർ തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇത് ഞങ്ങളാ റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലപ്പുറം ഞങ്ങൾ പോലീസുകാർക്ക് എഴുതി തരാം. അതായത് ഈ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി താങ്കൾ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു? ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയത്തിൻ്റെ ഉന്നതിയിലിരിക്കുന്നവരും എല്ലാം തൃശ്ശൂർ പൂരത്തിന് ഇലക്ഷൻ നടക്കുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലും എല്ലാ കാര്യങ്ങളും ഇടപെടുന്നതാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഇത്തവണ അത് രാഷ്ട്രീയത്തിൻ്റെ കൂടുതൽ ബന്ധങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന കാരണം ആ സമയത്ത് ധാരാളം ആൾക്കാർ, ഇപ്പോൾ K. മുരളീധരനെ എനിക്ക് ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും സെപ്പറേറ്റ് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുള്ളത് മന്ത്രി രാജനെയും അതേപോലെ MLAയും കളക്ടറെയും അതേ അങ്കിത അശോകനെയാണ് ഞാൻ വിളിച്ചിട്ടുള്ളൂ. ബാക്കി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആരെയും എൻ്റെ കോള് ID എടുത്ത് നോക്കിയാൽ അറിയാം. എൻ്റെ നമ്പറിൽ നിന്ന് ഏതെങ്കിലും എനിക്ക് സുരേഷ് ഗോപിയുടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു ആൾ വന്നിട്ട് എനിക്ക് ഫോൺ തരികയാണ്, സുരേഷ് ഗോപി സാർക്ക് ഇങ്ങനെ ഫോൺ കൊടുക്കുന്നുണ്ട്. അതിനെന്താ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ഏറ്റുവാങ്ങാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ സുരേഷ് ഗോപി സാർ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുമ്പോൾ ആ ഫോൺ അപ്പോഴാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ആ കൊടുത്ത വ്യക്തി പറയുന്നുണ്ട്, ഞാൻ തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാറിന് കൊടുക്കുന്നുണ്ട് ഫോണ്, ഇങ്ങനെ ഇവിടെ പൂരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് സംസാരിക്കാനാന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്. സുനിൽ കുമാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, K. മുരളീധരൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, രാജൻ മന്ത്രിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കളക്ടറെ വിളിച്ചു, അവർ വന്നില്ല. അതേപോലെ അങ്കിത അശോകനെ വിളിച്ചു, അവരും വന്നില്ല. ഞങ്ങൾ എന്താ പറയുക, എല്ലാ കമ്മിറ്റി മെമ്പർമാരും അന്ന് പൂരപ്രേമികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഞങ്ങൾ പന്തലിൻ്റെ നമ്മുടെ നടുവിലാൽ പന്തലിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ഈ സമയം മുഴുവനും.
ആ ഭാഗത്തേക്ക് ഇവരാരും വന്നില്ല. വരാമെന്ന് പറഞ്ഞ് കാത്തു നിന്നു, വന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ദേവസ്വം ഓഫീസിലേക്ക് വരികയും അവിടെ വെച്ച് ആ തീരുമാനമെടുത്ത് ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. അതായത് ഈ പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുള്ള ഒരു നടപടി മാത്രം, അതും കൂടിയാലോചനകളോടുകൂടി എല്ലാവരും എടുത്ത തീരുമാനം അതാണ്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി എടുത്ത തീരുമാനം. ആ സമയത്താണ് ഞങ്ങൾ കൂടി നിൽക്കുന്ന സമയത്താണ് അവിടെ ലാത്തി വീശിയത്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാർക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ കുത്തുകൾക്ക് പിടിക്കുന്ന ഞങ്ങളുടെ വാരക്കും ഒക്കെ അടി കൊണ്ടത്. ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ പോലീസിൽ നമ്മളെ മൊഴിയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തോ പറയുക. ഇനിയിപ്പോൾ തിരുവമ്പാടിയാണ് ഇതിന് കുറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇപ്പോൾ അതിന് ചോദിക്കാനില്ലല്ലോ. അത് ചാഞ്ഞു കിടക്കുന്ന എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ഇത് ദേവസ്വത്തിൽ ഞങ്ങൾ തുടക്കം മുതലേ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഇത് നമ്മുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് വരിക എന്നുള്ളത് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് ഞങ്ങൾ ഇനി അടുത്തൊരു പൂരം വരുമ്പോൾ ഇതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഇത് പൂരപ്രേമികളും ഇവിടുത്തെ തട്ടക നിവാസികളും എല്ലാം തീരുമാനിക്കും ഇനി എങ്ങനെ പൂരം നടത്തണം എന്നുള്ളത്. അപ്പോൾ കാണാം ഈ പോണ പൂരം. ഈ രാഷ്ട്രീയം കളിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആരാണോ അവരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് തന്നെയാണ് ADGPയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങളെ സംബന്ധിച്ച് തിരുവമ്പാടിയുടെ പ്രതികരണം ഇത്തരത്തിലാണ്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറാണ് സംസാരിച്ചത്. താങ്ക് യു ഗിരീഷ് കുമാർ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ പൂരം നിർത്താനുള്ള തീരുമാനം കൂട്ടായി എടുത്ത തീരുമാനമാണ്. റിപ്പോർട്ടിൽ എന്നാൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിൻ്റെ പേരെടുത്ത് ADGP പറഞ്ഞിരിക്കുന്നു. ഈ പൂരം കലക്കുന്നതിൽ ഇടപെടലുണ്ടായി എന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ടിലെ പരാമർശം കെ ഗിരീഷ് കുമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ? തീർച്ചയായും ഈ പരാമർശം തീർത്തും തള്ളുകയാണ് തിരുവമ്പാടി ദേവസ്വം. ഒരു തരത്തിലുള്ള ഇടപെടലും, അതായത് പൂരം ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പൂരം നിർത്തി തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് അതിൽ BJP ഉണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, CPMന്റെ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉൾപ്പെടുന്നതാണ് തിരുവമ്പാടിയുടെ ദേവസ്വം. ആ തിരുവമ്പാടിയുടെ ദേവസ്വം കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നു ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൂരം നിർത്തിവെക്കുക എന്നുള്ളത്. അത് പ്രധാനമായും MG റോഡിലേക്ക് മടത്തിൽ വരവ് വരുന്ന സമയത്താണ് വലിയ ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ അടക്കമുള്ള ആളുകളെ തടഞ്ഞത്. പിന്നീട് ആനയെയും മേളക്കാരെയും കടത്തിവിട്ടു. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന ദേവസ്വത്തിന്റെയും ദേശത്തിന്റെയും ആളുകളെ കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല. അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഇവർക്കെതിരെ പോലും പോലീസ് കയ്യേറ്റം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ ഹൃദയവേദന അനുഭവപ്പെട്ടു. ഇതോടുകൂടി കൂട്ടായ തീരുമാനം എടുത്തുകൊണ്ടാണ് പൂരമായി സഹകരിക്കേണ്ട, അത് ചടങ്ങ് മാത്രമാക്കി തീർക്കാൻ തീരുമാനിക്കുന്ന, അങ്ങനെയാണ് ഒരു ആനപ്പുറത്ത് മാത്രമായുള്ള എഴുന്നള്ളിപ്പ് പ്രകാരം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പന്തലിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു. അതെല്ലാം ഒരു പ്രതിഷേധ സൂചകമായി കൂട്ടായി എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരമെങ്കിൽ കെ ഗിരീഷ് കുമാറിന്റെ അടക്കം പേരുകൾ എടുത്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഗിരീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് തന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടായിട്ടില്ല. അന്നത്തെ NDA സ്ഥാനാർത്ഥിയെ താൻ നേരിട്ട് തന്റെ ഫോണിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടില്ല. അന്ന് VS സുനിൽകുമാറിനെയും K മുരളീധരനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെയും എല്ലാം അവിടെ ഉണ്ടായിരുന്ന പല ആളുകൾ പല ഫോണുകളിൽ നിന്ന് തനിക്ക് ബന്ധപ്പെടുത്തി തന്നിരുന്നു. അവരോടെല്ലാവരോടും ഒരുപോലെ എന്താണ് നടന്നത് എന്ന് താൻ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. സുരേഷ് ഗോപിയെ മറ്റൊരാൾ ഫോണിൽ വിളിച്ച് തനിക്ക് തരുന്നു. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ ഫോൺ കൈമാറുന്ന സമയത്ത് ഈ സുരേഷ് ഗോപിക്ക് മറുതലക്കലിൽ ഫോൺ കൈമാറുന്ന ആൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. K സുരേഷ് കുമാറാണ്, K ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും കേട്ടു എന്നുള്ളതാണ് പറയുന്നത്. നേരിട്ട് പോലും സുരേഷ് ഗോപിയുമായി ബന്ധമില്ലാത്ത ആളാണ് താൻ. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ തന്റെ പേര് അനാവശ്യമായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഗിരീഷ് കുമാർ പറയുന്നത്. നേരത്തെയും, അതായത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ നേരത്തെയും ആരോപിക്കപ്പെട്ടതാണ്. ആ സമയത്തെല്ലാം തന്നെ ഈ രാഷ്ട്രീയ ഇടപെടലിൽ നിന്ന് വഴുതി മാറുന്നതിന് വേണ്ടി തങ്ങളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കും എന്ന് ആദ്യമേ ദേവസ്വങ്ങൾ കരുതിയതാണ്. എന്താണോ ദേവസ്വങ്ങൾ കരുതിയത് അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ടെലിഫോണിൽ ചേർന്ന്. രാജേഷ് കുമാർ എന്ന ഒരാളുടെ യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറയും, സ്കെയിൻ തെറ്റ് ചെയ്തവർ ഒരിക്കലും സ്വയം സമ്മതിക്കില്ല, വെളുപ്പിക്കാൻ ഇത്തരക്കാരെ കൊണ്ടുവരില്ലേ, മതവികാരത്തെ മുൻനിർത്തി കളിച്ചതാണ്, ഇന്നല്ല ഇവനല്ല ഇനി ഞങ്ങൾ തൃശ്ശൂർക്കാർ തീരുമാനിക്കും പൂരം എങ്ങനെ നടത്തണമെന്ന്. എന്തായാലും ഈ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പൂരം അട്ടിമറി സാധ്യതയെക്കുറിച്ച് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് ADGPയുടെ റിപ്പോർട്ട്. ADGP MR അജിത് കുമാർ റിപ്പോർട്ടിൽ പറയുന്നത് പൂരം
സമയത്ത് പൂരം കലക്കുന്നതിനുള്ള കാര്യങ്ങൾ നടന്നു. പൂരം സമയത്ത് നിരവധി CCTV വിവരങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദീപക് തർമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്. പൂരം കലക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ റിപ്പോർട്ടിൽ പറയുന്നു. വീണ്ടും നമുക്കൊപ്പം ദീപക് തർമ്മടം ചേരുകയാണ്. ദീപക്, യഥാർത്ഥത്തിൽ ഈ സംശയലേശമന്യേ ഈ കാര്യം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണോ ദീപകിന്റെ പക്ഷം? SKN അട്ടിമറിക്ക് വേണ്ടി ഒരു ആസൂത്രിത നീക്കം നടന്നു എന്നത് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി പേരുടെ മൊഴിയെടുത്തിരുന്നു. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, വിവിധ ദേവസ്വത്തിന്റെ പ്രതിനിധികൾ, വിവിധ പരാതിക്കാർ, ഇങ്ങനെയുള്ള മൊഴികളെല്ലാം ഒത്തുവെച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി സാങ്കേതികമായ തെളിവുകൾ, അതായത് ഈ പൂരനഗരിയിലെ CCTV ദൃശ്യങ്ങൾ, മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, ഇതുപോലെ ഇല്ലാത്ത സൈബർ തെളിവുകൾ, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചനയെക്കുറിച്ച് തുടർ അന്വേഷണം വേണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിൽ പറയുന്ന K. ഗിരീഷ് കുമാറിന്റെ രാഷ്ട്രീയമോ മറ്റൊന്നും തന്നെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ ഈ പൂരം തുടർന്ന് കൊണ്ടുപോകാതെ, അതായത് പൂരം പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. മറ്റൊരു കാര്യം SKN പ്രധാനപ്പെട്ടത്, 2023 പൂരസമയത്തും ഇതേ വിഷയങ്ങളിൽ പോലീസുമായും ജില്ലാ ഭരണകൂടവുമായി തർക്കമുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഈ പൂര കമ്മിറ്റിക്കാരും ചർച്ച ചെയ്ത് പൂരം പൂർത്തിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ സമാനമായ പ്രശ്നങ്ങൾ വീണ്ടും വന്നപ്പോൾ, അത് മാത്രമല്ല, റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറയുന്നു, അന്നും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ആയിരുന്നു 2023. രണ്ടാമത് വീണ്ടും ഈ പ്രശ്നം വരുമ്പോൾ ബോധപൂർവമായി പൂരം പൂർത്തിയാക്കാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. മാത്രവുമല്ല, ഈ തിരുവമ്പാടി ദേവസ്വത്തിന്റെ തീരുമാനത്തിനൊപ്പം പാറമേക്കാവ് ദേവസ്വം മനസ്സില്ലാ മനസ്സോടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് റിപ്പോർട്ടിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പാറമേക്കാവ് ദേവസ്വത്തിന് പൂരം പൂർത്തിയാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം ഇടക്ക് വെച്ച് നിർത്തിപ്പോകാൻ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ചർച്ച ചെയ്ത് പരിഹരിച്ച് പൂരം പൂർത്തിയാക്കുന്നതിന് പകരം അത് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയെക്കുറിച്ച് ഒരു തുടരന്വേഷണം ഉണ്ടായാൽ അതായിരിക്കും നന്നാവുക എന്നുള്ള രീതിയിലാണ് ADGP MR അജിത് കുമാർ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. DGP റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. SKN. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി K. രാജൻ സ്ഥലത്ത് വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചർച്ചയിൽ തീരുമാനമായിട്ടും പൂരം നടത്താതെ തിരുവമ്പാടി ദേവസ്വക്കാർ മാറി നിന്നു, അത് വൈകിപ്പിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പക്വതയില്ലാതെ പെരുമാറിയെന്നും റിപ്പോർട്ടിലുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറിൽ ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു റിപ്പോർട്ടിലെ വിവരമാണ് 24 ഇപ്പോൾ പുറത്തുവിട്ടത്. ഇനി ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ ആരോപണ വിധേയനായ ആൾ ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രൊഡക്ഷൻ കൺട്രോളർ തിരുവനന്തപുരം സ്വദേശി ഷാനു ഇസ്മയിലാണ് മരിച്ചത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇടവേള കഴിഞ്ഞ് നമുക്ക് വരാം. ഇന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം മിനിറ്റുകൾക്ക് മുമ്പ് വന്നു. സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ ആരോപണ വിധേയനായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രൊഡക്ഷൻ കൺട്രോളർ തിരുവനന്തപുരത്തെ ഷാനു ഇസ്മയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2018 കേസിനാസ്പദമായ സംഭവം. ഇപ്പോൾ ഇതേ മരിച്ചു കിടന്ന ലോഡ്ജിന് മുന്നിൽ തിരുവനന്തപുരത്ത് ശ്യാംകുമാറുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, വിശദാംശങ്ങൾ. SKN 2018 നടന്ന സംഭവത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മ്യൂസിയം പോലീസ് ഷാനു ഇസ്മയിലിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ആ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഷാനു കഴിഞ്ഞ മാസം 11-ാം തീയതി മുതൽ താമസിച്ചിരുന്നത് ഈ ദ്വാരക എന്ന് പറയുന്ന ഈ ഹോട്ടലിലായിരുന്നു. ഇവിടെയാണ് ഇന്ന് രാവിലെ ഷാനുവിനെ അനക്കമില്ലാത്ത നിലയിൽ കണ്ട് ഹോട്ടൽ ഉടമയും മറ്റും ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അപ്പോഴേക്കും ഷാനു മരിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് എത്തി പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം പോലീസ് സംഘം എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. മദ്യപിച്ച് ബോധമില്ലാതെ മുറിയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഷാനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ഇയാൾ പ്രതിയാക്കപ്പെട്ടതിന് ശേഷം ഇയാൾ കൊച്ചിയിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ആരോപണ വിധേയനായ ശേഷം കേസിൽ ഉൾപ്പെട്ടു. അതിന്റെ മാനസിക വിഷമത്തിൽ മാറി നിന്നതാണോ എന്നുള്ളതടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഷാനുവിന്റെ ബന്ധുക്കൾ കൊച്ചിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സിനിമാ സീരിയൽ മേഖലയിൽ ഉയർന്നു വന്ന പീഡന പരാതികളിൽ ഒന്നായിരുന്നു ഷാനുവിനെതിരെയും ഉയർന്നത്. അതിലാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് ഷാനുവിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഉണ്ടായ മരണം, മദ്യപിച്ച് ബോധരഹിതനായി കിടക്കുമ്പോൾ ഉണ്ടായ മരണമാണ്. ഏതായാലും ഇതിൽ
മരണകാരണം മദ്യപിച്ചത് തന്നെയാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലെ തെളിവുള്ളൂ. ഏതായാലും മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും അല്പസമയത്തിനകം പോലീസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. നിലവിൽ ആ മുറി പോലീസ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയ. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. കുറച്ചധികം കാലമായി ഈ ടെലിവിഷൻ പരമ്പരകളുടെ ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോളായി ഇദ്ദേഹം ജോലി ചെയ്ത് വരികയായിരുന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത അറിയിക്കുന്നു. കോഴിക്കോട് കാക്കൂരിൽ ഒരു പ്രൈവറ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. നാദാപുരം സ്വദേശികളായ സതീഷ്, ഭാര്യ മോണിഷ, ഇവരുടെ 2 കുട്ടികൾ, ഇവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5:30 മണിയോടെ കാക്കൂർ 11:02 അപകടം നടന്നത്. ബാലുശ്ശേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന പ്രൈവറ്റ് ബസ് എതിർഭാഗത്തു നിന്ന് വരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. പ്രൈം ടൈം തുടരുകയാണ്. CPM നേതാവ് MM ലോറൻസിൻ്റെ അന്ത്യയാത്രയ്ക്കിടെ എറണാകുളം ടൗൺ ഹാളിൽ ഇന്ന് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ തുടങ്ങിയപ്പോൾ മകൾ ആശ ലോറൻസ് തടഞ്ഞു. ആശയെയും മകൻ മിലൻ ലോറൻസിനെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. മൃതദേഹം തൽക്കാലം വൈദ്യ പഠനത്തിന് വിട്ടു നൽകരുതെന്ന് ആശ ആവശ്യപ്പെട്ടു. മോർച്ചറിൽ സൂക്ഷിക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വൈദ്യപഠനത്തിന് വിട്ടു നൽകുമെന്നാണ് CPIM അറിയിച്ചിരുന്നത്. ഇതിനെതിരെ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു. തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും അന്തിമ തീരുമാനമാകും വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി. ആശയുടെ പരാതി മെഡിക്കൽ കോളേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനിരിക്കെയാണ് ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് ആശയും മകൻ മിലൻ ലോറൻസും പാർട്ടി പ്രവർത്തകരും ആശയും തമ്മിൽ വാക്കേറ്റം. ഒടുവിൽ ബന്ധുക്കൾ ആശയെയും മിലനെയും ബലം പ്രയോഗിച്ച് മാറ്റി. തനിക്കും മകനും മർദ്ദനമേറ്റെന്ന് ആശ ലോറൻസ് ആരോപിച്ചു. ഉപദ്രവിച്ചത് അടുത്ത പാർട്ടിക്കാരായിരിക്കുമല്ലോ. അല്ലാണ്ട് പാർട്ടിക്കാർ ഒരു 2-3 സ്ത്രീകൾ എന്റെ പുറകെ വന്നിട്ട് എന്റെ മുതുകത്തൊക്കെ തട്ടാനും കുത്താനും ഒക്കെ നോക്കി. പിന്നെ എന്റെ മോനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 1-2 പേര് അവന്റെ കാലിൽ ചവിട്ടി ചെവിയിൽ നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞു. MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം പള്ളിയിൽ സംസ്കരിക്കണമെന്നാണ് ആശ ലോറൻസിന്റെ ആവശ്യം. അതേസമയം MM ലോറൻസ് ദൈവവിശ്വാസിയായിരുന്നില്ലെന്നും പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്നും മകൻ ML സജീവൻ പറഞ്ഞു. ആശയുടെ പ്രതിഷേധത്തിനു പിന്നിൽ മറ്റു ചിലരുടെ പ്രേരണയുണ്ടെന്നും ആരോപണം. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെന്റൻസും പാരഗ്രാഫും അത് കണ്ടന്റ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടില്ലെന്നാണ് CPIM നിലപാട്. വിടവാങ്ങിയത് തലയെടുപ്പുള്ള നേതാവാണ്. അർഹിക്കുന്ന ആദരവോടെ കേരളം യാത്രയാക്കേണ്ട തൊഴിലാളി നേതാവ്. അന്ത്യയാത്രയിലെ രംഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന് വഴിവെച്ചത് ആരായാലും. 24 കൊച്ചി. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഇന്നുണ്ടായത്. തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ച ഒരു ജനനേതാവിന് വിട ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് അരങ്ങേറിയത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായാലും അത് വളരെ അപകടകരമായൊരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നേതാവിനോടും ഇത്തരം അനാദരവ് പ്രകടിപ്പിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അന്തരിച്ച മുതിർന്ന CPM നേതാവ് MM ലോറൻസിന് വിട നൽകാൻ വർഷങ്ങൾക്ക് മുമ്പ് MM ലോറൻസ് പങ്കെടുത്ത ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനും എത്തിച്ചേർന്നു. ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട തനിക്ക് MM ലോറൻസ് പിതൃതുല്യനായിരുന്നുവെന്ന് ജോസ് മാത്യു പറഞ്ഞു. എറണാകുളം ടൗൺ ഹാളിൽ എത്തിയാണ് ജോസ് മാത്യു അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. MM ലോറൻസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാന ഏടായിരുന്നു 1950-ലെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. പോലീസ് അറസ്റ്റ് ചെയ്ത നേതാക്കളെ മോചിപ്പിക്കാനുള്ള സഖാക്കളുടെ നീക്കം ആക്രമണത്തിൽ കലാശിച്ചതോടെ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന KJ മാത്യു കൊല്ലപ്പെടുമ്പോൾ മാത്യുവിന്റെ ഭാര്യ മറിയക്കുട്ടി 1 മാസം ഗർഭിണി. 60 വർഷത്തിനിപ്പുറമാണ് കേസിലെ പ്രതിയായിരുന്ന MM ലോറൻസിനെ കാണാൻ കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൻ ജോസ് മാത്യു ആദ്യമായി എത്തുന്നത്. ടൗൺ ഹാളിൽ പൊതുദർശനത്തിനെത്തി അന്ത്യാഭിവാദ്യം അർപ്പിച്ച ജോസ് മാത്യു
വർഷങ്ങൾക്ക് മുൻപുള്ള ആ കൂടിക്കാഴ്ച ഓർത്തെടുത്തു. അച്ഛൻ്റെ ആണ്ടിന്, അതായത് ഫെബ്രുവരി 28-ാം തീയതി ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫലകം ഉണ്ടായിരുന്നു. ആർഷം എടുത്ത് ചെന്നപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് സിമിത്തേരി നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് എടുത്തെന്നാണ് പറഞ്ഞു. അത് ഒത്തിരി വിഷമം എനിക്കാണുണ്ടായത്. എന്തായി സംഭവിച്ചത് എനിക്കത് നമുക്ക് ഉൾക്കൊള്ളാനാവാത്തൊരു പ്രശ്നമായിരുന്നു. കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് ആ തോളിൽ തട്ടിക്കൊണ്ട് ഒരു വാസ്തവത്തിലൊരു എന്താ പറയുക, നമ്മളൊരു അപ്പൻ്റെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ചരിത്രങ്ങളും വെറുതെ എന്തിനാ ഈ പറയണമെന്ന് നിങ്ങൾ പുള്ളി മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വാസ്തവത്തിലൊരു ഒത്തിരി ഞെട്ടലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. പിന്നീടങ്ങോട്ട് അച്ഛൻ നഷ്ടപ്പെട്ട ജോസ് മാത്യുവിന് ഒരു പിതാവിന്റെ വാത്സല്യവും കരുതലും എം ലോറൻസ് നൽകി. ലോറൻസിന്റെ മകൻ ML സജീവൻ സഹോദര തുല്യനായി. ഞാൻ ജോസായിട്ട് പരിചയം വന്നതിന് ശേഷം മിക്കവാറും ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഒരു സഹോദരനോട് പോലെയുള്ള ഒരു അടുപ്പമാണ് എനിക്കുള്ളത്. ജോസിനും അങ്ങനെ തന്നെയാണ് എന്നോടുള്ളത്. എപ്പോഴും കാണാറുണ്ട്. ഇന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് അപ്പച്ചനെ വന്ന് കാണാറുണ്ട്. അപൂർവതകളേറെ ഉണ്ടായിരുന്ന ലോറൻസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അന്ത്യയാത്രയിൽ ഈ നിമിഷവും ഏറെ വൈകാരികമായിരുന്നു. VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി. ഇപ്പോൾ UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്കായി. जैसे अनेक संघर्ष के नाये नए नए मैदान भी बन रहे हैं, इन सभी विषयों पर मैं जोर देकर कहूंगा कि ग्लोबल एक्शन मस्ट मैच ग्लोबल एम्बिशन. फ्रेंड्स, टेक्नोलॉजी के सेफ और रिस्पॉन्सिबल यूज के लिए बैलेंस रेगुलेशन की आवश्यकता है. हमें ऐसी ग्लोबल डिजिटल गवर्नेंस चाहिए जिसमें राष्ट्रीय संप्रभुता और अखंडता अक्षुण्ण रहे. डिजिटल पब्लिक इंफ्रास्ट्रक्चर शुड बी ए ब्रिज, नॉट अ बैरियर. ग्लोबल गुड के लिए भारत अपना डिजिटल पब्लिक इंफ्रास्ट्रक्चर पूरे विश्व से साझा करने के लिए तैयार है. फ्रेंड्स, भारत के लिए वन अर्थ, वन फैमिली, वन फ्यूचर एक कमिटमेंट है. यही कमिटमेंट हमारे वन अर्थ, वन हेल्थ और वन सन, वन वर्ल्ड, वन ग्रिड जैसे इनिशिएटिव्स में भी दिखाई देता है. पूरी मानवता के हितों की रक्षा और वैश्विक समृद्धि के लिए भारत मनसा वाचा कर्मणा से काम करता रहेगा. बहुत बहुत धन्यवाद. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയിൽ പ്രസംഗിക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സാങ്കേതികമായി ചെറിയത് പെട്ടെന്ന് അതിൻ്റെ ശബ്ദം ഇല്ലാതെ പോയി. അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവിടെ അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വാർത്താ ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകർക്ക് കാണാം. ഇനി വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. നോക്കാം സ്പോട്ട് ലൈവ്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലിന്റെ നിർദ്ദേശമനുസരിച്ചാകും നാളത്തെ തെരച്ചിൽ. കാലാവസ്ഥ പ്രതികൂലമായാലും ലോറി കണ്ടെത്തും വരെ തെരച്ചിൽ തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. ഇപ്പോഴത്തെ തെരച്ചിൽ തൃപ്തിയുണ്ടെന്ന് അർജുന്റെ കുടുംബവും പ്രതികരിച്ചു. നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു CP1 അടുത്താണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രക്ക് നമ്മുടെ പ്രകാരം CP 4 അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പോൾ ഇത് അവർ ചെയ്യട്ടെ. അവിടെ അവർ കുറച്ച് ട്രക്കിന്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ CP4 നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാവുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിനെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ എവിടെ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും.
അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിന്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഷിരൂരിലെ ഗംഗാവലി പുഴയ്ക്കരികിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുകയാണ്. അലക്സ് റാം, പറയൂ വിശദാംശങ്ങൾ. എസ്കേൻ, ഇന്നത്തെ തിരച്ചിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി നടന്ന തിരച്ചിലാണ്. കൃത്യമായ ലീഡുകൾ ലഭിച്ച തിരച്ചിലാണ്. തിരച്ചിൽ ദിനമാണിന്ന്. അതുപോലെ തന്നെ അതായത് ഇനി നാളെ എന്താകണം തിരച്ചിൽ എന്നതും പോലും കൃത്യമായി തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ദിവസമാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ലീഡുകൾ, അത് അർജുന്റെ ഈ ട്രക്ക് എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ ലീഡുകൾ ഇന്ന് ഈ CP1 പോയിന്റിൽ നിന്ന് ലഭിച്ചു. ഏതാണ്ട് രാവിലെ മുതൽ അവിടെ പരിശോധന നടത്തിയതാണ്. ആ പരിശോധന നടത്തിയ ഇടത്തുനിന്ന് കൂടുതൽ വസ്തുക്കൾ, അത് അർജുന്റെ വാഹനത്തിലുള്ള ട്രക്കിലെ തടിക്കഷ്ണം, ഒപ്പം ട്രക്കിലെ ആംഗ്ലറുകൾ, ഈ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന റോപ്പ് അടക്കം ഒരുപാട് വസ്തുക്കൾ, അർജുന്റെ ട്രക്കിന്റെ ഒരുപാട് വസ്തുക്കൾ അവിടെ നിന്ന് ലഭിച്ചു. അതൊക്കെ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലാതെ മറ്റു ചില വാഹനങ്ങളുടെ ഒന്നിലധികം പാർട്ടുകൾ അവിടെ നിന്ന് ലഭിച്ചു. അത് ഒരു ലോറിയുടെ പിൻചക്രം ലഭിച്ചു, അതുപോലെ എഞ്ചിൻ പാർട്ടുകൾ ലഭിച്ചു, മറ്റ് ക്രാഷ് കാർഡും അതുപോലെയുള്ള മറ്റു ബോർഡുകളും ഒക്കെ മറ്റു ലോറികളുടെ ഭാഗമായി അവിടെ നിന്ന് ലഭിച്ചു. അത്തരത്തിൽ ഊർജിതമായ തിരച്ചിൽ എന്ന CP1 എന്ന് പറയുന്ന പോയിന്റിൽ നടന്നു. കൂടുതൽ ലീഡുകൾ ലഭിച്ചു. അതേസമയം തന്നെ തിരച്ചിൽ ഈ മൂന്നാം ഘട്ടത്തിൽ ഈ 4ാം ദിവസം ഇതുവരെ എത്തുമ്പോൾ ഏതാണ്ട് 70 ദിവസമാകുന്നു അർജുനെ കാണാതായിട്ട്. ഈ ദിവസമാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ചില നാടകീയ നീക്കങ്ങൾ കൂടി ഉണ്ടായത് ഈ ദിവസമാണ്. ഇന്നേ ദിവസം അവർ അവരുടെ ചിലവിൽ അവരുടെ ബോട്ടിൽ മാധ്യമപ്രവർത്തകരെയും ഒപ്പം അർജുന്റെ ബന്ധുക്കളെയും, അർജുന്റെ സഹോദരി അഞ്ജുവിനെയും ഭർത്താവ് ജിതിനെയും അവർ ഈ വാഹനത്തിൽ ഡ്രഡ്ജർ വെസലിലേക്ക് എത്തിച്ച് ഇന്ന് ഈ തിരച്ചിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് ഈ തിരച്ചിലിനെ സംബന്ധിച്ച്, ഈ മിഷനെ സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊണ്ടു. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനം ഇവിടെ എത്തി ഈ തിരച്ചിൽ ഇങ്ങനെ ആരംഭിക്കുന്നതിന് കേരളത്തിലെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വലുതാണ്. അതിനാൽ മാധ്യമങ്ങളെ മുഖവിലക്കെടുക്കാനും മാധ്യമങ്ങളെ വിശ്വാസ്യത്തിലെടുക്കാനുമുള്ള ഒരു നീക്കം ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കാർവാർ MLA, കാർവാർ SP അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോഴും ഒരു സംശയം നിലനിന്നിരുന്നത് ഈ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ എന്നൊരു സംശയം നിലനിന്നിരുന്നു. പക്ഷെ കാർവാർ MLA വ്യക്തമാക്കിയത് ആ തിരച്ചിൽ തുടരും, ആ ദൗത്യം തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലൻ ഇന്ന് ഇവിടേക്ക് എത്തിയെന്നുള്ളതാണ്. ഏതാണ്ട് 4:15 മണിയോടുകൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ CP4 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ഇടത്താണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന കൂടുതൽ സജീവമായ ശക്തമായ ഈ സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത്. ആ CP4 കേന്ദ്രീകരിച്ചുള്ള പരിശോധന, ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന, മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ആ CP4-ൽ കൂടുതലായി നടത്തണം, ഊർജിതമായി നടത്തണം. അതെവിടെയൊക്കെയാണ് പരിശോധന നടത്തേണ്ടത്, തിരയേണ്ടത് എന്ന നിർദ്ദേശം താൻ നൽകും. താൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് നൽകും, ഈ ഡ്രഡ്ജിങ്ങിലെ ജീവനക്കാർക്കും ഒപ്പം ഈ ഡൈവേഴ്സിനും ഒക്കെ നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ CP4-ലെ പരിശോധനയ്ക്കായിരിക്കും ശ്രദ്ധ യൂന്നുക. ഒപ്പം CP4-ന് അനുബന്ധമായി തന്നെ ഈ CP2, 3 എന്ന് പറഞ്ഞ മറ്റു പോയിന്റുകളിലും പരിശോധന നടത്തും, നാളെ ഒരേ സമയം പരിശോധന നടത്തും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാർവാർ MLA. അപ്പോഴും SKN ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അടുത്ത 3 ദിവസത്തേക്ക് ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മേഖലയിൽ പെയ്യുന്ന മഴ നമ്മൾ വിചാരിക്കുന്ന പോലെ മഴയല്ല, അതിതീവ്രമായ മഴ ലഭിക്കുന്ന ഇടമാണ്. ഇപ്പോൾ തന്നെ വൈകുന്നേരം ഇങ്ങനെ ശക്തമായ മഴ ഇടവിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അങ്ങനെ ശക്തമായ മഴ ലഭിക്കുകയും ഈ ഗംഗാവലിപ്പുഴയിൽ അതിന്റെ നീരൊഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ, അതിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു ഈ ഡ്രഡ്ജിംഗ് പ്രതീക്ഷിച്ചതുപോലെ വേഗതയിലാകില്ല. അങ്ങനെയെങ്കിൽ താങ്ക് യു. നമ്മുടെ സ്റ്റാർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുകയായിരുന്നു. റീന സതീശൻ പറയുന്നു, MM ലോറൻസിന്റെ സംസ്കാര ചടങ്ങുകൾ ഇങ്ങനെ കുഴപ്പത്തിലാക്കേണ്ട കാര്യമായിരുന്നില്ല, ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമായിരുന്നു. കോടതിയും കേസുമായി തെരുവിലേക്ക് ഇത് വലിച്ചിഴച്ചത് തീരെ ശരിയായില്ല. പൊതുവേ ആളുകൾക്ക് അതേ അഭിപ്രായമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സിന്റെ പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആദ്യമായിട്ടാണ് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത്. എംപോക്സ് പ്രതിരോധത്തിന് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇന്ന് അറിയിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. പ്രതീഷ്, പറയൂ, കാരണം ഇത് വായുവിലൂടെ പകരുന്ന രീതിയിലുള്ള ഒരു വകഭേദമാണ് എന്ന റിപ്പോർട്ട് വരുന്നത് കുറച്ച് നമ്മളെ അലോസരപ്പെടുത്തുന്നു. കാരണം വീണ്ടും മാസ്കിൻ്റെ കാലത്തേക്ക് മലപ്പുറത്തുകാർക്കെങ്കിലും മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്ക ഉണ്ടായിട്ടുണ്ടോ?
SKN 2022 ശേഷം കേരളത്തിൽ വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചത് വളരെ ആശങ്കയോടെയും ഗൗരവത്തോടെയും കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് കേരളത്തിൽ സ്ഥിരീകരിച്ചത് എംപോക്സിന്റെ പുതിയ വകഭേദം എന്നതാണ്. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ലെയ്ഡ് 1B വിഭാഗത്തിൽപ്പെട്ട വകഭേദമാണ് നിലവിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വ്യാപനശേഷി ഉയർന്ന ഈ വകഭേദം എന്നതാണ് ഈ ഐക്യരാഷ്ട്രസഭയും നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത്. പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് ഐക്യരാഷ്ട്രസഭ പോയതും ഈ വകഭേദം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നേരത്തെ എംപോക്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. പക്ഷേ ഈ വ്യാപന തോത് കണക്കിലെടുത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ വീണ്ടും പുതുക്കുമെന്നതാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം. എല്ലാ ജില്ലകളിലും പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കാനാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇവർക്ക് പരിശോധന നടത്താൻ, ഇവരുടെ ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ 5 ലാബുകൾ ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞുവെന്നും ആരോഗ്യവകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളങ്ങളിലെ പരിശോധനയാണ്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന മുഴുവൻ പേരെയും പരിശോധന നടത്തുമെന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയോടെയാണ് നിലവിൽ എംപോക്സിനെ സംസ്ഥാന ആരോഗ്യവകുപ്പ് കാണുന്നത്. SKN. MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എംപോക്സിൻ്റെ വകഭേദം കുറച്ചൊരു നമ്മളെ അലോസരപ്പെടുന്ന കാര്യം തന്നെയാണ്. വായുവിലൂടെ ഇതിൻ്റെ അണുക്കൾ പകരാൻ സാധ്യതയുള്ളതാണ് എന്നാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. ജോബ് മത്തായി ഒരു കാര്യം പറയുന്നു, പ്രധാനമന്ത്രി എന്തിനാണ് UN പൊതുസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ചത്? കഴിഞ്ഞ തവണയും അദ്ദേഹം ഹിന്ദിയിൽ തന്നെയായിരുന്നു അവിടെ പ്രസംഗിച്ചത്. മാത്രമല്ല അവിടെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ആ നിമിഷം തന്നെ വിവർത്തനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ UN പൊതുസഭയിൽ ലഭ്യമാണ്. പിന്നെ നമ്മുടെ ദേശീയ ഭാഷയായ ഹിന്ദി തീർച്ചയായിട്ടും അവിടെയൊക്കെ പറയുന്നത് നല്ലതല്ലേ? നമ്മുടെ പ്രാദേശിക വികാരം അവരൊന്ന് അറിയട്ടെ. ഇനി നമുക്ക് ഒരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഇന്ന് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ച ഒരു അപകടകരമായ കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ലെബനനിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണ പരമ്പരയാണ് അരങ്ങേറിയത്. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ 274 പേർ കൊല്ലപ്പെട്ടു, 700-ലധികം ആളുകൾക്ക് പരിക്കേറ്റുവെന്ന നമ്മളെ ഷോക്കേൽപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ചേരും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. റെയ്സൺ കുര്യാക്കോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. കറക്ഷൻ റിക്വയർഡ്. ഹിന്ദി ഇന്ത്യയുടെ നാഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. താങ്കൾ പറയുന്നത് തന്നെയാണ് ശരി. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളിൽ ഒന്നും തന്നെയാണ് ഹിന്ദി. അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. താങ്കൾ ക്ഷമിക്കുക. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് കടക്കണം. ലെബനനിൽ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണ പരമ്പര ഇന്നുണ്ടായി. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ 274 പേർക്ക് മരണമുണ്ടായി. 700-ലധികം ആളുകൾക്കാണ് ഇന്ന് പരിക്കേറ്റത്. ഇസ്രയേലിൻ്റേത് വംശഹത്യ എന്നാണ് ലെബനനിലെ കാവൽ പ്രധാനമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുന്നു. മെറിൻ മേരി ചാക്കോ, ഏത് രീതിയിലുള്ള ആക്രമണമാണ് ഇന്ന് ഇസ്രയേൽ നടത്തിയത്? SKN പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ലെബനന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. മാത്രമല്ല 300 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് 300 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേന തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആദ്യമായി തന്നെയാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സേന തന്നെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പേജർ സ്ഫോടനങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാക്കി ടോക്കി സ്ഫോടനങ്ങളുണ്ടായിരുന്നു. ലെബനന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ബെക്ക താഴ്വര, അതുപോലെ തന്നെ തെക്കൻ ലെബനൻ എന്നിവിടങ്ങളിലെല്ലാം ഒരേ സമയമായിരുന്നു ഈ ഒരു സ്ഫോടനം നടന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു ആക്രമണങ്ങൾ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ 21 കുട്ടികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 39 സ്ത്രീകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ 274 ആയിരിക്കുകയാണ്. 1000-ലധികം പേർക്ക്
പരിക്കേറ്റു എന്നാണ് വിവരം. ഇപ്പോൾ ബെക്ക താഴ്വര മുതൽ കിഴക്കൻ മേഖല വരെ 80 തവണ ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നത്. മാത്രവുമല്ല അരമണിക്കൂറിലധികം വ്യോമാക്രമണം ഉണ്ടായി. ലെബനനിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളും ലെബനിൽ എമ്പാടും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ പേർ ഒഴിഞ്ഞു പോവുകയാണ്. ബെക്ക താഴ്വര ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ലെബനീസ് ജനത വീടുകൾ വിട്ട് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് ലെബനിലുടനീളം കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ലെബനനിലെയും ബെയ്റൂത്തിലെയും സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. നഴ്സറികൾ അടച്ചിടാൻ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടേഴ്സിന് നിർദ്ദേശം നൽകി. അത്യാഹിത സാഹചര്യമുണ്ടാകും, അതുകൊണ്ട് തന്നെ അത് നേരിടാനുള്ള തയ്യാറായിരിക്കണമെന്നും ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളെല്ലാം നിർത്തിവെക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ലെബനൻ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ കരുതിയിരിക്കണം, തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉടൻ തങ്ങൾ തിരിച്ചടിക്കും, കനത്ത ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് ലെബനൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു നീക്കമാണ്, ഇത്തരത്തിൽ ഒരു ബുദ്ധിപരമായ ഒരു നീക്കമല്ല, അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഇസ്രായേൽ നേരിടാൻ തയ്യാറെടുത്തുകൊള്ളുന്ന ഇറാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പശ്ചിമേഷ്യ ഗുരുതര സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ലെബനിൽ ഇന്നലെ ഇസ്രയേലിൻ്റെ വ്യാപകമായ ആക്രമണം ഉണ്ടായി എന്നാണ് വാർത്ത. 274 പേരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. അമിൽ മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് എന്ന നിലയിൽ ഒരു ഭാഷയിൽ എസ്കേൻ പറഞ്ഞ് തിരുത്താൻ ഞാൻ തിരുത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നതിനിടെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഔദ്യോഗിക ഭാഷകളൊന്നു മാത്രമാണ് ഹിന്ദി. അദ്ദേഹം ഹിന്ദിയിൽ എന്തുകൊണ്ട് പ്രസംഗിച്ചു എന്ന ചോദ്യം ഉത്തരം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് കോട്ടയം കൈപ്പുഴ മുട്ടിൽ കാർ നിയന്ത്രണം വിട്ട് ആറ്റിൽ വീണു. ഇന്ന് രാത്രി 8:30 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. കാറിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളത്തിൽ വീണ കാർ കണ്ടെത്താൻ നാട്ടുകാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ടോബി ജോൺസൺ ടെലിഫോണിൽ ചേരുന്നു കോട്ടയത്ത് നിന്ന്. ടോബി, ഈ കാറിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാറ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ആർക്കുമില്ല. 8:30യോടുകൂടി ഇങ്ങനെ ഒരു വാഹനം ഈ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് പോയി എന്നുള്ളൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ ഒരു തിരച്ചിൽ നടക്കുന്നത്. നാട്ടുകാരും ഒപ്പം തന്നെ അവിടെയുള്ള ഫയർഫോഴ്സും ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിളി ശബ്ദം കേട്ടു എന്ന് അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്നവരാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിശദമായിട്ടുള്ളൊരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കോട്ടയം ഭാഗത്തു നിന്നും വന്ന കാറാണ് ഇത്. കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി നേരെ തോട്ടിലേക്ക് പോയി വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആരാണ് ഇത്, എവിടെ നിന്നുള്ളവരാണ് എന്നുള്ള വിവരമൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അനുസരിച്ച് ഈ കാർ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും എസ് കെ, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. ാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നിരവധി ആളുകൾ തോട്ടിൽ മുങ്ങി തപ്പുകയാണ്. കോട്ടയത്ത് കൈപ്പുഴ മുട്ടിൽ എന്ന സ്ഥലത്ത് നിയന്ത്രണം വിട്ട കാർ വെള്ളത്തിൽ വീണു. ഈ കാറിനുള്ളിൽ നിന്ന് നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ പറയുന്നു. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. കുമരകത്തിനടുത്താണ് ഈ കൈപ്പുഴമുട്ട് ആറ്റിലാണ് ഈ കാർ വെള്ളത്തിൽ വീണത്. ഈ രാത്രി 8:30 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. പാലത്തിന് ഇടതുവശത്തെ സർവീസ് റോഡ് വഴി നേരെ ആറ്റിലേക്ക് ഈ കാർ വീണു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ആരൊക്കെയാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നറിയില്ല. ആരാണ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ കാറ് പോയിരുന്നത് എന്നൊന്നും അറിയില്ല. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി ടോബി ജോൺസൺ അന്വേഷിച്ചു വരുന്നു. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. അതിൻ്റെ പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാപ്സൂളിലേക്ക് ഞാൻ കടക്കുന്നു. വാൽക്കഷണം. വാൽക്കഷണം. തൽക്കാലം വിവാദ വിഷയങ്ങളിലെ പരസ്യ പ്രതികരണങ്ങൾ നിർത്തുന്നു എന്ന് ഇന്നലെ PV അൻവർ MLA ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ വനംവകുപ്പ് മന്ത്രിയെ തഞ്ചത്തി നേരിൽ കണ്ടപ്പോൾ അൻവർ പോസ്റ്റ് മറന്നുപോയി. മന്ത്രിയെ വേദിയിലിരുത്തി കാച്ചി. ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി ക്ലാസ് എടുക്കുന്ന മോഡലായിരുന്നു MLAയുടെ സ്റ്റഡി ക്ലാസ്. കാണാം നമുക്ക് അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. നിലമ്പൂർ തേക്ക് ലോക പ്രശസ്തമാണ്. മന്ത്രി പറഞ്ഞതിൽ തർക്കമില്ല. നിലമ്പൂരിലെ തേക്ക് ലോക പ്രശസ്തമാണ്, സമ്മതിച്ചു. പക്ഷേ നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ AK ശശീന്ദ്രൻ ഇനി ഓർക്കുക നിലമ്പൂർ തേക്കല്ല, നിലമ്പൂർ MLA PV അൻവറിനെയാണ്. എവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ്?
വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. എന്തേലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വകുപ്പ് മന്ത്രിയെ പ്രോപ്പറായി ഇൻഫോം ചെയ്യണം. അല്ലാതെ പുറത്തിറങ്ങി തോന്നിയാസം വിളിച്ച് പറയുകയല്ല ചെയ്യണം. സ്റ്റേറ്റിലാകെ 287 റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തു. ഒരൊറ്റയാളിന്റെ പേരിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. സോ വാട്ട്? സാങ്കേതികമായ ചില കാലതാമസങ്ങൾ എല്ലാ നടപടിക്രമങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാല ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജനസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിലേ മന്ത്രിസ്ഥാനം ഒഴിയാൻ പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരിൽ ചിലർ പുറകിന്ന് മാറുന്നില്ല. അപ്പോഴാണ് അൻവർ വക വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ മുൻപിലിട്ട് ശകാരിക്കൽ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നിനക്കെന്താ പണി എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. ഞാൻ എൻ്റെ പണി എടുക്കുന്നുണ്ട്. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നതും തരില്ല. പുലി വരുന്നതും കാത്ത് പോലീസിന് ഇന്നോടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ. മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം. ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി. തൽക്കാലം പരസ്യ വിമർശനങ്ങൾ നിർത്തുന്നു എന്ന അൻവറിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് സമാധാനത്തോടെ പോയതാണ് പാവം മന്ത്രി. പക്ഷേ അടുത്ത നിയമസഭയിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം അൻവറിന് ഉണ്ടായിരിക്കുന്നു. ഞാനത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോട് പറയാം. മനസ്സിലായോ? കാരണം ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ്. സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഞാനൊരു പത്രസമ്മേളനം നടത്തും. ഇന്ന് പറയാതെ ബാക്കി വെച്ചല്ല അന്ന് പറയും. വിത്ത് ആംബിൾ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ടു സപ്പോർട്ട് വാട്ട് ഐ സേ. മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും നിർത്തിപ്പൊരിച്ചത് പുറത്തു നിന്ന ഒരു ഉദ്യോഗസ്ഥന് അത്ര രസിച്ചില്ല. MLA ബോർഡ് വെച്ച വണ്ടി ആ കോമ്പൗണ്ട് മുഴുവൻ ചുറ്റിച്ചെന്നാണ് കേട്ടത്. മര്യാദ പറഞ്ഞ മനുഷ്യരോടാ. നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് നടക്കുന്നതല്ല ഫോറസ്റ്റ്. രണ്ടിത്തരം ചെയ്യാം. ശശീന്ദ്രൻ സാറ് മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് മന്ത്രിയായി വന്നാലും അൻവർ സാർ അടുത്ത നിയമസഭയിൽ കാണുമോ എന്ന് അൻവറിന് സംശയമുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ മന്ത്രിമാരോടാണ് മനുഷ്യർക്ക് വേണ്ടി പണിയെടുക്കാൻ പറയുക എന്ന് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ ആ വാർത്ത വരുന്നു. കോട്ടയം കൈപ്പുഴ മുട്ടിൽ നിയന്ത്രണം വിട്ട് ആറ്റിൽ വീണ കാർ കരയ്ക്ക് കയറ്റി എന്നുള്ള വാർത്തയാണ് വരുന്നത്. കാറിനുള്ളിൽ ചെളി നിറഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ, കാർ തിരിയുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ ഒരു എഡിറ്റർ അവിടെ ഉണ്ടായിരുന്നു. ആ എഡിറ്ററാണ് ഇത് ഷൂട്ട് ചെയ്ത്. ചില്ല് പൊട്ടിച്ച് കാറിന് ഉള്ളിൽ അവർ പരിശോധന നടത്തി. 1ൽ കൂടുതൽ ആളുകൾ ഈ കാറിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് സുരക്ഷാ ഏജൻസികളും അവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ മറ്റു വിവരങ്ങൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. ടോബി ജോൺസൺ ടെലിഫോൺ ലൈനിൽ വീണ്ടും ചേരുകയാണ്. ടോബി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണ്? കാറിനുള്ളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? SKN 3 പേരുണ്ട് എന്നുള്ളൊരു സംശയം തന്നെയാണ്. അതിൽ നിന്ന് ഒരാളെ ഇപ്പോൾ കാറിൽ നിന്നും പുറത്തെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ആരും പങ്കുവെക്കുന്നില്ല. നിസാൻ മൈക്ര കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതും ഓറഞ്ച് നിറത്തിലുള്ള ഒരു കാറാണ്. ഫയർഫോഴ്സ് എത്തി, മുങ്ങൽ വിദഗ്ധർ ഡൈവ് ചെയ്ത് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ വാഹനം ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ അകത്ത് ചെളിയും മണ്ണും എല്ലാം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഏതായാലും അതിന്റെ അകത്ത് ഇപ്പോൾ പരിശോധന നടക്കുന്നു. കൂടുതൽ ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. ഒരാളെ പുറത്തെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ടോബി ജോൺസണാണ് വിവരങ്ങൾ ടെലിഫോണിൽ നൽകിയത്. കുമരകം കൈപ്പുഴമുട്ട് ആറ്റിൽ കാർ വെള്ളത്തിലേക്ക് വീണു. ഇന്ന് രാത്രി 8:30 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. അവിടെ നടക്കുന്ന തെരച്ചിലിൻ്റെ ദൃശ്യമാണ്, കാർ ഉയർത്താനുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കാറ് കരയിലേക്ക് കയറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരും ചേർന്നാണ് അവിടെ ഈ കാറ് കയറ്റാൻ ശ്രമിച്ചത്. കാറിൻ്റെ ഉള്ളിൽ നിലവിളി ഉയർന്നുവെന്ന് നേരത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നു. 2 പേരാണ് കാറിനുള്ളിൽ നിന്നാണ് ആദ്യം കിട്ടുന്ന സൂചനകൾ. ഒരാളെ കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് അറിയുന്നത്. ചില്ല് പൊട്ടിച്ച് നാട്ടുകാർ പരിശോധന നടത്തിയിട്ടുണ്ട്. 1ൽ കൂടുതൽ ആളുകൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാറിനുള്ളിൽ വല്ലാതെ ചെളി നിറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
കുമരകത്തിനടുത്താണ് ഈ അപകടം ഉണ്ടായത്. നാട്ടുകാർ തെരച്ചിൽ നടത്തുന്നതിൻ്റെയും കാറ് കയറ്റുന്നതിൻ്റെയും ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഫ്ലവേഴ്സിൻ്റെ ഒരു എഡിറ്റർ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അയച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ടോബി ജോൺസൺ മറ്റൊരു കാര്യം അറിയിക്കുന്നു. കാറിനുള്ളിൽ നിന്ന് 2 പേരെ കിട്ടിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. കാറിനുള്ളിൽ നിന്നാണ് 2 പേരെ ചില്ല് തകർത്ത് നാട്ടുകാർ രക്ഷപ്പെടുത്തിയെന്ന് പറയാൻ കഴിയില്ല. 2 പേരെ കിട്ടി എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിലാണ്. അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വാർത്താമഴയിലെ വിജയകുമാർ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കും. പ്രൈം ടൈം വിത്ത് SKN ഇവിടെ അവസാനിക്കുന്നു.